അപ്പോൾ യേശു ആ ആളോട് പറയുന്നു, മകനെ, നീ കാണുന്ന ആ കാൽപാദം, ആ ഒരു കാൽപാദം അത് എൻ്റേതാണ്. ആ സമയങ്ങളിൽ ഞാൻ നിന്നെയും താങ്ങി നടക്കുകയായിരുന്നു. നിങ്ങളുടെ കണ്ണുകളും നന്മകൾ ഇനി കാണാൻ തുടങ്ങുന്നതാണ്. ഇയ്യോബിനെ പോലെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും രക്ഷിച്ച് അവൻ്റെ രക്ഷ കാണിക്കും. യാക്കോബിനെ പോലെ നിന്റെ രക്ഷ കാണാതെ, നീ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നുള്ള ആ ഒരു ദൃഢ നിശ്ചയം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എടുക്കുവാൻ തയ്യാറാകണം. എൻ്റെ കണ്ണ് ഇനി നന്മയെ കാണുകയില്ല, എൻ്റെ കണ്ണ് ഇനി നന്മയെ കാണുകയില്ല. ഈ ഒരു വചനം പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇയ്യോബാണ്. തൻ്റെ ദേഹം മുഴുവനും പുഴുവരിച്ച് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ, ഭാര്യ പോലും ദൈവത്തെ ത്യജിച്ച് കളയുക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ ഇയ്യോബ് പറയുകയാണ്, ഇനി എൻ്റെ ജീവിതത്തിൽ നന്മ ഒന്നും കാണത്തില്ല, എല്ലാം അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇയ്യോബ് തൻ്റെ സുഹൃത്തുക്കളോട് പറയുന്ന പല കാര്യങ്ങളിൽ ഒരു വാചകമാണിത്. അപ്പോൾ ഇയ്യോബ് പലതും പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഇയ്യോബ് പറയുന്നുണ്ട്, ഞാൻ പാതാളത്തിൽ അങ്ങ് പോയിരുന്നെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അവിടെയെങ്കിലും എനിക്ക് വിശ്രമം കിട്ടുമായിരുന്നു എന്നതാണ് ഇയ്യോബ് പറയുന്നത്. ഇയ്യോബിനെ കാണുന്ന ആ ഒരു അവസ്ഥ, 7 ദിവസത്തേക്കിന് ഇയ്യോബിൻ്റെ സുഹൃത്തുക്കൾ പോലും ആ ഒരു അവസ്ഥ കണ്ടിട്ട് അവനോടൊന്നും പറയുവാനൊന്നും അവർക്കില്ലാതെ അവരും മൗനം ആചരിക്കുന്ന ആ ഒരു അവസ്ഥ. ആ ഇയ്യോബിൻ്റെ വാക്കുകളാണ്, ഇനി എൻ്റെ കണ്ണ് നന്മയെ കാണുകയില്ല. പക്ഷെ ഇയ്യോബിൻ്റെ ജീവിതം അവിടെ അവസാനിക്കുന്നില്ല എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. പല ജീവിത സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ പ്രസൻസ് പോലും അനുഭവിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥകളുണ്ട്. പ്രാർത്ഥിക്കാൻ പോലും തോന്നാത്ത അവസ്ഥകളുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ ഞരക്കങ്ങൾ മാത്രമാകുന്ന അവസ്ഥകളിലാണ് നമ്മൾ വിചാരിക്കുന്നത്, ഇനി നന്മയൊന്നും വരത്തില്ല, ഇനി ഒരു മാറ്റവും വരത്തില്ല, ഇനി ഞാനങ്ങ് മരിച്ചാൽ മതി എന്ന് നമ്മൾക്ക് തോന്നുന്ന അവസ്ഥകളിലും നമ്മളെ ശക്തീകരിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് വചനങ്ങളിൽ ഒരു വചനമാണ് സങ്കീർത്തനം 34-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, ഹൃദയം തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനം തകർന്നവനെ അവൻ രക്ഷിക്കുന്നു. വചനം നമ്മളെ കാണിക്കുന്നത് ഹൃദയം തകർന്നും നുറുങ്ങിയും ഒക്കെ ഇരിക്കുന്ന അവസ്ഥകളിൽ നമ്മൾക്ക് ഏറ്റവും സമീപസ്ഥനായിട്ട് ദൈവം നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരം അവസ്ഥകളിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസ് ഒന്നും നമ്മൾക്ക് കാണാൻ സാധിക്കുകയില്ല. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്രസ്ഡ് ആയി പോകുന്നത്. ഏറ്റവും നിരാശയും സങ്കടവും ഒക്കെ തോന്നുന്ന അവസ്ഥകളിലും ദൈവം നമ്മളോടൊപ്പം അദൃശ്യമായിട്ട് നമ്മളുടെ കൂടെ സഹായത്തിന് നമ്മളെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഉണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തെ സ്വപ്നത്തിൽ എന്ന പോലെ കാണുകയാണ്. അപ്പോൾ ആൾ കാണുമ്പോൾ അയാളുടെ കൂടെ യേശുവുണ്ട്. ഓരോ ജീവിത അനുഭവങ്ങളുടെ അവസ്ഥകളിലും അയാൾ കാണുന്നത് 2 ജോഡി കാലടികളാണ്. കടൽ തീരത്ത് എന്ന പോലെ ഇയാൾ കാണുകയാണ് 2 ജോഡി കാലടികൾ. അപ്പോൾ ആ മനുഷ്യൻ യേശുവിനോട് ചോദിക്കുന്നത്, ഇത് ആരുടെ കാലടികളാണ് എന്ന് പറയുമ്പോൾ യേശു പറയുന്നു, ഈ മറ്റേ കാലടി എന്ന് പറയുന്നത് എൻ്റേതാണ്, ഒരു കാലടി നിൻ്റേതാണ്. എന്നാൽ കുറേ നേരം തൻ്റെ ജീവിതത്തെ നോക്കിക്കാണുന്ന ആ മനുഷ്യൻ യേശുവിനോട് ചോദിക്കുന്നു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും തിക്താനുഭവങ്ങളിൽ കൂടി കടന്നു പോയപ്പോൾ, ഞാൻ തകർന്നും ഏകനുമായപ്പോൾ ഞാൻ ഒരു കാലടി മാത്രമേ കാണുന്നുള്ളൂവല്ലോ, നീ എന്തുകൊണ്ട് എന്നെ വിട്ടുപിരിഞ്ഞു എന്ന് ചോദിക്കുന്നതിന് യേശു ആളോട് പറയുകയാണ്, പ്രിയ മകനെ, നീ കാണുന്ന ആ കാലടി അത് നിൻ്റെ കാലടിയല്ല, അത് എൻ്റെ കാലടിയാണ്. കാരണം ആ സമയങ്ങളിൽ നീ തനിച്ചായപ്പോൾ, നീ ജീവിതത്തിൽ ദുഷ്കരമായ കടമ്പകളിൽ കൂടി കടന്നു പോയപ്പോൾ ഒക്കെ ഞാൻ നിന്നെ കോരിയെടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തിൻ്റെ അവസ്ഥകളിലായിരിക്കുമ്പോൾ ദൈവം എത്രമാത്രം നമ്മൾക്ക് സമീപസ്ഥനാണ് എന്നുള്ളതാണ്. ആ ഒരു മനുഷ്യനും ആദ്യം മനസ്സിലാകുന്നില്ല, താൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന അവസ്ഥകളിലും യേശു പറയുകയാണ്, ഞാൻ നിന്നെ താങ്ങി നടക്കുകയായിരുന്നു. ചിലപ്പോൾ പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്നില്ലായിരിക്കും, നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുന്നില്ലായിരിക്കും, പക്ഷേ ദൈവം അവിടെയും പ്രവർത്തിക്കുകയാണ് എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ട് കണ്ണുമടച്ച് വിശ്വസിക്കുക. യാക്കോബ് ഒരു രാത്രി മുഴുവൻ ദൈവത്തിൻ്റെ ദൂതനുമായിട്ട് മല്ലടിക്കുന്ന സ്ക്രിപ്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം. യാക്കോബ് പറയുന്നത്, നീ എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നതാണ്. യാക്കോബ് പറയുന്നത്, ഞാൻ നിന്നെ വിടുകയില്ല എന്നുള്ളതാണ്. അപ്പം നമ്മളെ വിട്ടുകളയാത്ത ആ ഒരു ദൈവത്തെ നമ്മുടെ തിക്താനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും അതേ വിശ്വാസം നിലനിർത്താൻ വേണ്ടി, അവനെ വിട്ടു മാറാത്ത ആ ഒരു വിശ്വാസം നമ്മൾക്കെല്ലാവർക്കും ഉള്ളതാകണം. ആ ഒരു വിശ്വാസ സ്ഥിരത
ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ആ ഒരു താല്പര്യം, ആ ഒരു ദൃഢ നിശ്ചയം, അവൻ്റെ രക്ഷ കണ്ടാലല്ലാതെ ഞാൻ അവനെ വിട്ടു പിരിയത്തില്ല എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ഇയ്യോബിൻ്റെ അവസ്ഥകളിൽ കൂടി കടന്നു പോകുമായിരിക്കും. എല്ലാം തകർന്ന അവസ്ഥകളിൽ നിന്നും ഇയ്യോബിന് എല്ലാം തിരിച്ച് ദൈവം കൊടുത്തതുപോലെ തന്നെ ഇനി എൻ്റെ കണ്ണ് നന്മ കാണുകയില്ല എന്ന് പറഞ്ഞ ഇയ്യോബിന് നഷ്ടപ്പെട്ടതിനെക്കാട്ടിലും പല മടങ്ങുകളായിട്ട് ദൈവം തിരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കും. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നന്മ കാണാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ സമയം അടുത്ത് വരികയാണ്. നമ്മളെയൊക്കെ തോളിൽ ഏറ്റി, നമ്മളെയൊക്കെ കൈകളിൽ ഏറ്റിക്കൊണ്ട് അവൻ നടക്കുന്നത് അവൻ്റെ രക്ഷ കാണിക്കാനാണ്. അവൻ്റെ രക്ഷ വൈകിയിട്ടില്ല, അവൻ്റെ രക്ഷ ഒരിക്കലും വരാതെ കാണാതെ പോവുകയില്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും ഉറച്ച് വിശ്വസിക്കുക. നിങ്ങളുടെ കണ്ണുകളും നന്മകൾ ഇനി കാണാൻ തുടങ്ങുന്നതാണ്. ഇയ്യോബിനെ പോലെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും രക്ഷിച്ച് അവൻ്റെ രക്ഷ കാണിക്കും. യാക്കോബിനെ പോലെ നിന്റെ രക്ഷ കാണാതെ, നീ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നുള്ള ആ ഒരു ദൃഢ നിശ്ചയം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എടുക്കുവാൻ തയ്യാറാകണം. അപ്പോൾ ഇന്ന് ഈ ഒരു മെസ്സേജിൽ കൂടി ഞാൻ പറയുന്നത്, നിങ്ങളുടെ കണ്ണുകളും നന്മ കാണും. നന്മ ഇനി ഞാൻ കാണുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും, ഇനി എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ദൈവം തരികയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവം നിങ്ങളെയും താങ്ങി നടക്കുന്ന ഈ ഒരു അവസ്ഥയിൽ, അവസരങ്ങളിൽ അവനിൽ വിശ്വസിച്ച് വിശ്വാസ സ്ഥിരത കാണിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം അനുഗ്രഹവും കൃപയും നൽകുമാറാകട്ടെ. സോ കം fall in love with Jesus and fall in love with the word of God.